മാർവൽ ആണോ DC ആണോ വലുത്? അയൺ മാൻ ആണോ ബാറ്റ്മാൻ ആണോ കേമൻ? അവെഞ്ചേഴ്സ് ആണോ ജസ്റ്റിസ് ലീഗ് ആണോ ശക്തർ? വർഷങ്ങളായി നമ്മുടെ എല്ലാം ചർച്ചാ വിഷയമാണിത് അല്ലെ? കൂട്ടുകാരുമായി നമ്മൾ എത്ര തവണ ഇതിനെപ്പറ്റി തർക്കിച്ചിട്ടുണ്ട്. സാധാരണ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ഇഷ്ടങ്ങളും ഇമോഷൻസ് ഒക്കെ വെച്ചായിരിക്കും നമ്മൾ പറയാറ്. പക്ഷെ ഇന്ന് നമ്മൾ ആ ഇമോഷൻസ് എല്ലാം ഒന്ന് മാറ്റിവെക്കാൻ പോവാണ്. പകരം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഡേറ്റയെയും കണക്കുകളെയും കൂട്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഒരു പ്രോപ്പർ ഡേറ്റ ഡ്രിവൺ അനാലിസിസ് ആണിത്. ഇന്ന് നമ്മൾ ഡേറ്റ സയൻസിന്റെ കണ്ണിലൂടെ മാർവൽ വേഴ്സസ് DC പോരാട്ടത്തിന്റെ വിജയിയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സോ ലെറ്റ്സ് ചെക്ക് ദ ഡേറ്റ. ആദ്യം നമുക്ക് ഫാൻ ബേസ് വെച്ച് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ആർക്കാണ് കൂടുതൽ ആരാധകര്? ഇത് കണ്ടെത്താൻ നമുക്ക് സോഷ്യൽ മീഡിയ അനാലിറ്റിക്സ് ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഒഫീഷ്യൽ പേജുകളിലെ ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കിയാൽ പലയിടത്തും മാർവെല്ലിന് ഒരു ചെറിയ മുൻതൂക്കം നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് MCU വന്നതിന് ശേഷം അവരുടെ ഡിജിറ്റൽ പ്രസൻസ് വളരെ വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിൾ ട്രെൻഡ് വെച്ചിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ ലോകമെമ്പാടുമുള്ള ആളുകൾ മാർവൽ, DC എന്നീ വാക്കുകൾ എത്രത്തോളം സെർച്ച് ചെയ്തു എന്ന് കാണിക്കുന്ന ഡേറ്റ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇവിടെയും മാർവെലിന്റെ ഗ്രാഫാണ് ഉയർന്നു നിൽക്കുന്നത്. ഇതിനർത്ഥം സമീപകാലത്ത് ആളുകൾ കൂടുതൽ ചർച്ച ചെയ്തതും തിരഞ്ഞതും മാർവെലിനെ കുറിച്ചാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ചെയ്തത് ഒരു തരം ട്രെൻഡ് അനാലിസിസ് ആണ്. ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റും. സോ ഒരു MCU സിനിമ റിലീസ് ആവുമ്പോഴും മാർവെലിന്റെ സെർച്ച് ഗ്രാഫ് കുത്തനെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ വിജയമാണ് കാണിക്കുന്നത്. അപ്പോ നിലവിലെ ഡിജിറ്റൽ ലോകത്തെ കണക്കുകൾ അനുസരിച്ച് ഫാൻ ബേസിന്റെ കാര്യത്തില് മാർവെല് ഒരു പടി മുന്നിലാണ് നിൽക്കുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മണി. സോ ബോക്സ് ഓഫീസ് ആരംഭിക്കുന്നു അല്ലെ? ബോക്സ് ഓഫീസിൽ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഇവിടെ നമുക്ക് വളരെ വ്യക്തമായ കണക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? ദാറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അതായത് MCU ഇതുവരെ റിലീസ് ചെയ്ത 30-ലധികം സിനിമകളിൽ നിന്ന് നേടിയത് $29 ബില്യൺ മുകളിലാണ്. അതേസമയം DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് അതായത് DCU ഇവര് നേടിയത് ഏകദേശം $7 ബില്യൺ ആണ്. അപ്പോൾ ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ്. ഇനി നമുക്ക് മറ്റൊരു ഇൻസൈറ്റും കൂടെ നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സിനിമയുടെയും ഒരു ശരാശരി കളക്ഷൻ എടുത്ത് നോക്കിയാൽ ഇവിടെയും MCU തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒരു MCU സിനിമ ശരാശരി $900 മില്യൺ മുകളിൽ നേടുമ്പോൾ DCU സിനിമയുടെ ശരാശരി ഏകദേശം $650 മില്യൺ ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം? സോ ഡേറ്റ അനാലിസിസ് ഇതിന്റെ ഉത്തരം നമുക്ക് തരും. ഓക്കെ, സോ MCUവിന്റെ ഏറ്റവും വലിയ വിജയരഹസ്യം അവരുടെ ഇന്റർ കണക്റ്റഡ് യൂണിവേഴ്സ് എന്ന ആ ഒരു പാറ്റേൺ ആണ്. സോ ഒരു സിനിമ കാണുന്നയാൾക്ക് അടുത്ത സിനിമ കാണാൻ ഒരു താല്പര്യം ഉണ്ടാക്കുന്ന ഒരു രീതി. ഈ ഡേറ്റ പാറ്റേൺ വ്യക്തമായി കാണിക്കുന്നത് ഈ സ്ട്രാറ്റജി സാമ്പത്തികമായി ഒരു വൻ വിജയമായിരുന്നു എന്നതാണ്. സോ DCക്ക് ദ ഡാർക്ക് നൈറ്റ്, ജോക്കർ പോലെയുള്ള ഒറ്റയ്ക്ക് നിന്ന് ഉള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരുപാട് ഉണ്ടെങ്കിലും ഒരു യൂണിവേഴ്സ് എന്ന നിലയിൽ ആ വിജയം ആവർത്തിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മണി മാത്രം അല്ലല്ലോ എല്ലാം, നമുക്ക് സിനിമയും നല്ലതായിരിക്കണം. സോ ആർക്കാണ് മികച്ച നിരൂപക പ്രശംസയും പ്രേക്ഷക പിന്തുണയും ലഭിച്ചത്? ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് റോട്ടൻ ടൊമാറ്റോസ് പിന്നെ IMDb പോലുള്ള വെബ്സൈറ്റുകളിലെ ഡേറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സോ റോട്ടൻ ടൊമാറ്റോസിലെ ക്രിട്ടിക് സ്കോർ നോക്കിയാൽ MCU സിനിമകൾക്ക് ഏകദേശം ഒരു 80% അല്ലെങ്കിൽ 80% മുകളിൽ ഫ്രഷ് റേറ്റിംഗ് ഉണ്ട്. എന്നാൽ DCU സിനിമകളുടെ ഒരു ശരാശരി റേറ്റിംഗ് എന്ന് പറയുന്നത് 60% താഴെയാണ്. ഇതിനർത്ഥം നിരൂപകരിൽ ഭൂരിഭാഗവും മാർവൽ സിനിമകളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. സോ ഓരോ സിനിമയുടെയും ക്രിട്ടിക് സ്കോറും ഓഡിയൻസ് സ്കോറും നമ്മൾ പ്ലോട്ട് ചെയ്താൽ മാർവൽ സിനിമകൾ കൂടുതലും ഗ്രാഫിന് മുകളിൽ വലതുവശത്തായി കൂട്ടം കൂടി നിൽക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതായത് നിരൂപകർക്കും പ്രേക്ഷകർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ DC സിനിമകൾ പലയിടത്തായി ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ദ ഡാർക്ക് നൈറ്റ് പോലുള്ള സിനിമകൾ ഏറ്റവും മുകളിലുണ്ടെങ്കിലും സൂയിസൈഡ് സ്ക്വാഡ്, ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ പോലുള്ള സിനിമകൾ താഴെയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരുതരം സെന്റിമെന്റ് അനാലിസിസ് ആണ്.
ആളുകളുടെ അഭിപ്രായങ്ങളെ ഡേറ്റ ആയി കണ്ട് അതിലെ പോസിറ്റീവ് നെഗറ്റീവ് പാറ്റേണുകൾ കണ്ടെത്തുന്നു. ഡേറ്റ കാണിക്കുന്നത് മാർവൽ സിനിമകൾക്ക് സ്ഥിരതയോടെ നല്ല അഭിപ്രായം നേടാൻ കഴിയുന്നു. എന്നാൽ DC സിനിമകളുടെ കാര്യത്തിൽ ഈ സ്ഥിരത കുറവാണ്. അപ്പോൾ ഫാൻ ബേസ്, ബോക്സ് ഓഫീസ്, റേറ്റിംഗ്, ഈ 3 കാര്യങ്ങളിലെയും ഡേറ്റ നമ്മൾ ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി അല്ലെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വ്യക്തമായ ഒരു വിജയമുണ്ട്, അതാണ് മാർവൽ. പക്ഷെ എന്തുകൊണ്ടാണ് മാർവൽ ജയിച്ചത്? അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതാണ് നമ്മുടെ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, ഡേറ്റയും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും. കെവിൻ ഫൈഗിയുടെ നേതൃത്വത്തിൽ മാർവൽ ഒരു സിനിമയെ മറ്റൊരു സിനിമയുമായി ബന്ധിപ്പിച്ചു. ഓരോ സിനിമയും അടുത്ത സിനിമയ്ക്കുള്ള ഒരു ഡേറ്റ പോയിന്റ് ആയിരുന്നു. പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു, എന്ത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവര് കൃത്യമായിട്ട് പഠിച്ചു. അടുത്ത സിനിമയിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതൊരു മികച്ച ഡേറ്റ ഡ്രിവൻ സ്ട്രാറ്റജി ആയിരുന്നു. DCക്ക് ലോകത്തിലെ ഏറ്റവും ഐക്കോണിക് ആയ സൂപ്പർ ഹീറോസ് ഉണ്ടായിട്ടും ഒരുമിച്ചൊരു യൂണിവേഴ്സ് കെട്ടിപ്പടുക്കുന്നതിൽ അവർക്ക് പിഴച്ചു. അവരുടെ ഡേറ്റ പോയിന്റുകൾ ചിതറിപ്പോയി. അപ്പോൾ കണക്കുകൾ അനുസരിച്ച് വിജയി മാർവലാണ്. പക്ഷെ ഓർക്കുക, ഡേറ്റ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ ജെയിംസ് ഗണ്ണിന്റെ പുതിയ DC യൂണിവേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ ഈ കണക്കുകളൊക്കെ മാറിമറിയാനും സാധ്യതയുണ്ട്. അതാണ് ഡേറ്റ അനാലിസിസിന്റെ ഏറ്റവും വലിയ രസം. സോ ഈ അനാലിസിസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡേറ്റ പറഞ്ഞതാണോ ശരി, അതോ നിങ്ങളുടെ അഭിപ്രായം വേറെയാണോ? താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് മാർവൽ DC സിനിമ ഏതാണെന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഡേറ്റ ഡ്രിവൺ വീഡിയോസ് ഇനിയും കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ലെറ്റ് ദ ഡേറ്റ സ്പീക്ക്.